ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനൊപ്പം അതിരുവിട്ട് പെരുമാറിയെന്ന പരാതി ഉയർന്ന ഗൗതം ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ് BCCI. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പേഴ്സണൽ സെക്രട്ടറി താമസിക്കരുതെന്ന് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ഒരു മുതിർന്ന BCCI ഉദ്യോഗസ്ഥൻ ഗൗതം ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇന്ത്യൻ ടീമിന്റെ മുൻ പര്യടനങ്ങളിൽ ടീം ഹോട്ടലിൽ സ്ഥിരമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ദേശീയ സെലക്ടർമാർക്ക് അനുവദിച്ച അതേ കാറിൽ ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറി യാത്ര ചെയ്തതും ടീം അംഗങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തതും അഡ്ലെയ്ഡിലെ BCCI ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ സ്ഥലം അനുവദിച്ചതും ടീം അംഗങ്ങൾക്കായി മാത്രം നീക്കിവെച്ചിരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവർക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചതുമാണ് വിവാദമായിരുന്നത്. ഇനി മുതൽ ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അവർക്കൊപ്പം താമസിക്കരുതെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തലുണ്ട്. ഓസ്ട്രേലിയയിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ഇന്ത്യയിൽ വെച്ച് നടന്ന ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം എല്ലാ വേദികളിലും ഉണ്ടായിരുന്നു. കളിക്കാരുടെയും സപ്പോർട്ട് സ്റ്റാഫുകളുടെയും ഭാര്യമാരും പങ്കാളികളും കുടുംബാംഗങ്ങളും വിദേശ പര്യടനങ്ങളിൽ അവർക്കൊപ്പം അനുഗമിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം BCCI കൊണ്ടുവന്ന 10 മാർഗനിർദ്ദേശങ്ങളിലൊന്നാണിത്. 45 ദിവസത്തിൽ കൂടുതലുള്ള വിദേശ പര്യടനമാണെങ്കിൽ 2 ആഴ്ച വരെ കൂടെ താമസിക്കാൻ മാത്രമാണ് ഇനി മുതൽ അനുവാദമുള്ളത്. ഈ നിയമം ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ബാധകമാകുന്നത്. ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായി BCCIക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ പരിശീലക സംഘത്തിൽ പേഴ്സണൽ സെക്രട്ടറിയുള്ള ഏക അംഗം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ മാത്രമാണ്. അദ്ദേഹം ടീം മാനേജ്മെന്റ് അംഗത്തെ പോലെ ആസ്വദിച്ച ആനുകൂല്യങ്ങൾ ഇനി അനുവദിക്കില്ല. ദേശീയ സെലക്ടർമാർക്ക് അനുവദിച്ച കാറിൽ എന്തുകൊണ്ടാണ് ഗംഭീറിന്റെ PA കയറിയതെന്ന മുതിർന്ന BCCI ഉദ്യോഗസ്ഥൻ യോഗത്തിൽ ചോദിച്ചിരുന്നു. സെലക്ടർമാർക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തടസ്സമായെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. BCCIയുടെ ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ അദ്ദേഹത്തിന് സ്ഥലം അനുവദിച്ചത് എന്തിനാണെന്നും ടീം അംഗങ്ങൾക്കായി മാത്രം നീക്കിവെച്ചിരിക്കുന്ന അടച്ചിട്ട പ്രഭാത ഭക്ഷണ ഹാളിൽ മറ്റുള്ളവർ പ്രവേശിക്കാൻ പാടില്ലെന്നിരിക്കെ PA ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് നടപടി വന്നത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഏറെ നിരാശാജനകമായിരുന്നു എന്നതാണ് ഇത്രയധികം അഴിച്ചുപണികൾക്ക് കാരണമായത്. ടീം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷമാണ് BCCI പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നത്. ഓസീസിൽ ചില പ്ലേയേഴ്സ് ടീം ഹോട്ടലിൽ താമസിക്കുന്നില്ലെന്ന് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി മുതൽ പ്ലേയേഴ്സിന്റെ പേഴ്സണൽ സ്റ്റാഫ് വ്യത്യസ്ത ഹോട്ടലുകളിലാണ് താമസിക്കുക. BCCIയുടെ പുതിയ യാത്രാ നയം ആദ്യമായി പ്രാബല്യത്തിൽ വരുന്നത് ഈ ടൂർണമെന്റിലാണ്. രോഹിത് ശർമ്മയും സംഘവും ദുബായിലേക്ക് പോവുകയാണ്. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയും 23 പാകിസ്ഥാനെതിരെയും മാർച്ച് 2 ന്യൂസിലൻഡിനെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ.